നിങ്ങൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, മീൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ മീൻ കൊടുത്തിട്ട് ബോട്ടിൽ നിന്ന് നമ്മൾ കരയിലേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടോ, ഇതാണ് ആ പരിപാടി. മലയാളീസ് ബ്ലോഗിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചാവക്കാട് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, നമുക്ക് ചാവക്കാട് ബീച്ച് പിന്നെ അവിടെ കുറേ ഫുഡ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, കാണാം. രൂപയാണ് ഇവിടെ ബീച്ചിൽ നമ്മൾ പാർക്ക് ചെയ്യണതിന് ഇവിടെ മേടിക്കുന്നത്. ഓക്കെ, എത്ര നേരത്തേക്കാണ് ചേട്ടാ? ഒരു ദിവസം മൊത്തം. അപ്പോൾ ഒരു ദിവസം മൊത്തം ഒരു കുഴപ്പമില്ലാത്തൊരു സമയം നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് വരാം. I am sad here thinking of you once again. Songs in my head now, they all make sense. Counting down the days to call you mine, mine. In the end, I know that we will be just fine, just fine. What I found in you, I know it's hard to find. ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സമയം 6 മണി എന്ന് പറഞ്ഞ സമയത്ത്
മീൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കണ്ടോ? മീൻ കൊടുത്തിട്ട് ബോട്ടിൽ നമ്മൾ കരയിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ പരിപാടി. അതെ, സാധാരണ ഇടത്തരം മീനുകൾക്കൊക്കെ നമ്മൾ ഈ വില വെച്ചിട്ടാണ്. ചെറുമീനുകളായിട്ടുള്ള മീനുകൾക്കൊക്കെ നമ്മൾ ഈ വില വെച്ചിട്ടാണ്. ഇത് ഭയങ്കര ഒരുപാടുണ്ട്. ഇത് കുറേ നല്ലൊക്കെ കണ്ടോ, വെയിറ്റൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ്. ഇത് നല്ല രീതിയിലായിരിക്കും ഒരു വീശു. അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് മിക്കവാറും നടുക്കടലിലായിരിക്കും. നമുക്ക് കാണാനുള്ള യോഗമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് നോക്കാം. നീട്ടിങ്ങനെ വെള്ളത്തിൽ അങ്ങനെ പോയിട്ട് അങ്ങനെ ഇടുക ചെയ്യാം അല്ലേ? ഓക്കെ. I am sat here thinking of you once again. Songs in my head now, they all make sense. Counting down the days to call you mine, mine. In the end, I know that we will be just fine, just fine. What I found in you, I know it's hard to find. You're my world, my everything. You are my life. Loved you from the moment that we met. The sparkle in your eye, I can't forget. Every single day, you know you shine, shine. In the end, I know that we will be just fine, just fine. What I found in you, I know it's hard to find. You're my world, my everything. You are my life. You നമ്മളിന്ന് ഈ ബീച്ചിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്. ബീച്ചിൽ മാത്രമല്ല രസമുണ്ടാവും. രാത്രിയൊക്കെ ഈ ആനപ്പുറത്തേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല രസമായിരിക്കും. ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വായിക്കാൻ അറിയുന്നതിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വായിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വായിക്കാൻ അറിയില്ല, നമുക്കല്ല എനിക്ക് വായിക്കാൻ അറിയില്ല. കേൾക്കില്ല. വാങ്ങാം. നെല്ലിക്ക, ഏലമ്പഴം, നെല്ലിക്ക, ചൗച്ച, സോസോ, നെല്ലിക്ക, തേൻനെല്ലിക്ക, പൈനാപ്പിൾ വാങ്ങാം. തേൻനെല്ലിക്ക എന്ന് പറയുന്നത് ഇവര് വയനാട് നിന്ന് വരുന്നൊരു സാധനമാണ്. അപ്പൊ അതില് നമ്മള് മധുരമായിട്ടുള്ളൊരു സാധനമായിരിക്കും. മറ്റൊക്കെ ഉപ്പരസാണെങ്കിൽ മറ്റേതെല്ലാം ഒരു ചേഞ്ചിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നതാണ്. കുറച്ചൊരു മുളകൊടി ഒരു സംഭവം ചെയ്തത് ഇങ്ങനെ ആക്കിയിട്ട്
ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് നോക്കാം. vinegar salt water. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട നമ്മളിപ്പോൾ ഈ പൈനാപ്പിളിന്റെ പീസൊക്കെ ഇങ്ങനെ കഴിച്ച് മാങ്ങയുടെ പുളിയൊക്കെ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് പുളിപ്പും എരിവും അല്ലാതെ വേറൊരു സംഭവത്തിന് നമ്മൾ അറിഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇലിയാസ്. ഇലിയാസ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു കാര്യം പറയാനിടയായി. എന്താ ചേട്ടാ? നമ്മുടെ അനിയൻ ഒരു 2-3 ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അതിലിപ്പോ ആളോ ഒമാനിലാണ്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് എടുത്തത് കനൽ വഴിയെ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം. കനൽ വഴി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അതിലിപ്പോ തിരുവനന്തപുരത്ത് സതീത്രയുടെ അതിൽ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡുണ്ട്. കാണാം, നമ്മൾ ക്ലാപ്പ് കൊടുക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഇതിപ്പോൾ ചോദിച്ചോണ്ട് മാത്രം അവർ പറഞ്ഞാണ്. അതുപോലെ വന്ന് പറഞ്ഞല്ല. ഫെസ്റ്റിവലിൽ 80 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഫെസ്റ്റിവലിൽ നിന്ന് ഏറ്റവും നല്ല തിരക്കഥാകൃത്തിനുള്ള അവാർഡുണ്ട്. കണ്ടോ? പിന്നെ കോഴിക്കോട് സൗഹൃദവേദിയുടെ വേറൊരു അവാർഡുണ്ടായിരുന്നു. ഏറ്റവും നല്ല ദേശീയ പുതിയതായിട്ട് ആള് പണി കഴിഞ്ഞു കൂടാതെ എന്റെ മോനാണല്ലേ? ഓക്കെ. ശരി ശരി. ഇത് പുള്ളിയുടെ മോനാണ്. ഈ പുള്ളി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. +1 പഠിക്കുന്ന ഒരു പുള്ളിയാണ്. ഓക്കെ. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. പുള്ളി ഇങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളി ഭയങ്കര പ്രോ. അപ്പോൾ എനിക്കിവിടെ അധികം കൂട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കൂട്ടായി. ഓക്കെ. നമ്മുടെ ചാനലിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ കാഴ്ചകൾ ഇനി കാണും. അപ്പോൾ എനിക്കിപ്പോൾ എന്താ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാവക്കാട് അല്ലെങ്കിൽ ഗുരുവായൂർ സൈഡിലുള്ള കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ. കാരണം ഞാൻ കൂടുതൽ പറയുന്നത് ആധികാരികമായിട്ട് പറയാന്നുള്ളത് നമ്മുടെ ഇലിയാസിക്കൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സൈനിങ് ഓഫ്.